ഇന്ന് നമ്മുടെ നാട്ടിൽ റിയൽ എസ്റ്റേറ്റ്, ക്രിപ്റ്റോ, ഗോൾഡ് എന്നിങ്ങനെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷെ ഇത്രയൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിട്ടും ഈ 2025 എന്തുകൊണ്ടാണ് ആളുകൾ മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നത്? സോ അങ്ങനെ എല്ലാവരും പറയുന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഒരു റീസൺ ഉണ്ടാവണം. സോ അത് എന്താണെന്ന് നമുക്കിന്ന് നോക്കാം. സോ വെൽക്കം ടു ദ ഇൻവെസ്റ്റ്മെന്റ് സീരീസ് ബൈ പെർക്യാപ്. ആദ്യം മ്യൂച്വൽ ഫണ്ടിന്റെ ഹിസ്റ്ററി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളതും അതേപോലെ തന്നെ ഇന്ന് കാണുന്ന മ്യൂച്വൽ ഫണ്ടുകളുടെ രൂപത്തിലേക്ക് എങ്ങനെയാണ് മാറിയെന്നുള്ളതെല്ലാം തന്നെ നമുക്ക് നോക്കാം. വളരെ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ 1963 RBIയും ഇന്ത്യൻ ഗവൺമെന്റും കൂടി ചേർന്ന് UTI വഴിയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് മ്യൂച്വൽ ഫണ്ട് ലോഞ്ച് ചെയ്യുന്നത്. UTI എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ആദ്യത്തെ മ്യൂച്വൽ ഫണ്ട് ഹൗസ് ആണ്. ഇതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ആളുകൾക്ക് സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. 1964 UTI അവർ ആദ്യത്തെ സ്കീമായിട്ടുള്ള യൂണിറ്റ് സ്കീം പുറത്തിറങ്ങുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ് 1988 ആയപ്പോഴേക്കും ഏകദേശം 6700 കോടി മൂല്യമുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ആണ് അവർ ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങിയത്. പിന്നീട് 1987 to 93 ഇടയിൽ UTI പുതിയ പാർട്ട്നേഴ്സിനെ ഇൻവൈറ്റ് ചെയ്ത് തുടങ്ങി. സോ അങ്ങനെയാണ് പിന്നീട് പബ്ലിക് സെക്ടർ ബാങ്ക്സും അതേപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ മ്യൂച്വൽ ഫണ്ട്സുകൾ ഓഫർ ചെയ്യാൻ തുടങ്ങിയത്. സോ ആളുകളുടെ എണ്ണം കൂടിയപ്പോഴേക്കും ഇതിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നീട് സെബി രൂപീകരിക്കുന്നത്, അതായത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെബിയുടെ രൂപീകരണത്തിന് ശേഷമാണ് മാർക്കറ്റിൽ ഭയങ്കരമായിട്ടുള്ള ട്രാൻസ്പെറൻസി ഒക്കെ ഉണ്ടാവുന്നത്. സോ അങ്ങനെ മുന്നോട്ടേക്ക് പോവുകയും മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റിയുള്ള അവയർനെസ് ഒക്കെ ഒരു ചെറിയ വിഭാഗം ആളുകളിലേക്കൊക്കെ എത്തി തുടങ്ങി. അവർ ഇൻവെസ്റ്റ്മെന്റ്സ് കാര്യങ്ങളെല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏകദേശം 1993 to 2003 കാലഘട്ടത്തിന്റെ ഇടയിലാണ് ഒരുപാട് പ്രൈവറ്റ് കമ്പനീസ് ഈ ഒരു മ്യൂച്വൽ ഫണ്ട് സ്പേസിലേക്ക് വരാൻ തുടങ്ങുന്നത്. കൊത്താരി പയനീർ എന്ന് പറയുന്ന ഒരു കമ്പനി മ്യൂച്വൽ ഫണ്ട്സിൽ തന്നെ ഒരുപാട് വൈഡ് ചോയ്സസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഇത് മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിൽ തന്നെ ഒരു ഗെയിം ചേഞ്ചിങ് മൊമെന്റ് ആയിരുന്നു. ഇതിനുശേഷം 2014 വരെ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി പല മാറ്റങ്ങൾക്കും പല വെല്ലുവിളികൾക്കും സാക്ഷ്യം വഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയൊരു കാര്യമായിരുന്നു UTIയുടെ വിഭജനം എന്ന് പറയുന്നത്. അതായത് UTI രണ്ടായിട്ട് വിഭജിച്ചു. ഈ രണ്ടായിട്ട് വിഭജിച്ചതിന് ശേഷവും ഒരുപാട് മാറ്റങ്ങൾ പിന്നീട് വന്നിട്ടുണ്ട്. 2008-2009 ഉണ്ടായിട്ടുള്ള ഗ്ലോബൽ ഫൈനാൻഷ്യൽ ക്രൈസിസ് മറ്റേത് സെക്ടറിനെ ബാധിച്ച പോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിനെയും ബാധിച്ചിട്ടുണ്ട്. അന്ന് ഈ ഒരു സിറ്റുവേഷൻ ഇൻവെസ്റ്റേഴ്സിനിടയിൽ വലിയൊരു പാനിക് സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ടേക്ക് ഗ്ലോബൽ റിസഷനൊക്കെ ശേഷം മാർക്കറ്റ് വീണ്ടും റിക്കവർ ചെയ്യാൻ തുടങ്ങി. സോ ഈ റിക്കവർ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഏകദേശം 2020 നവംബറോട് കൂടിയൊക്കെ ഈ ഒരു ഇൻഡസ്ട്രി ഹാൻഡിൽ ചെയ്ത എമൗണ്ട് എന്ന് പറയുന്നത് മില്യൺ അല്ല, ബില്യൺ അല്ല, 30 ട്രില്യൺ റുപ്പിയുടെ അസറ്റ്സ് ആയിരുന്നു. അതായത് 30 ലക്ഷം കോടി രൂപയുടെ അസറ്റ്സ് ആയിരുന്നു ഈ ഒരു ഇൻഡസ്ട്രി ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങിയത്. ഇതിനോടൊപ്പം SIP, അതായത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിന് ജനങ്ങൾക്കിടയിൽ വലിയൊരു ജനപ്രീതി ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. 2024 ആയപ്പോഴേക്കും ഏകദേശം 10 കോടി അക്കൗണ്ട്സ് ആയിട്ടാണ് ഇത് പടർന്ന് പന്തലിച്ചത്. ഇതിൽ മാത്രമല്ല ഇൻവെസ്റ്റേഴ്സിന്റെ പോർട്ട്ഫോളിയോയുടെ എണ്ണത്തിലും വലിയൊരു വർധന ഉണ്ടായിട്ടുണ്ട്. അത് ഏകദേശം 6.25 crores നിന്നും 22.08 crores ആയിട്ടാണ് ഇത് ഇൻക്രീസ് ചെയ്തത്. ഈ ഹിസ്റ്ററി വെച്ച് നോക്കിയാൽ, അതായത് കഴിഞ്ഞ 10 വർഷത്തെ മ്യൂച്വൽ ഫണ്ടിന്റെ ഗ്രോത്ത് നിങ്ങളെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ടേക്കുള്ള വർഷങ്ങളിൽ മ്യൂച്വൽ ഫണ്ടിന്റെ ആയിക്കോട്ടെ ഇന്ത്യൻ മാർക്കറ്റിന്റെ ആയിക്കോട്ടെ ഗ്രോത്ത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തതായിരിക്കും. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇപ്പോഴും ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരാൻ മടിക്കുന്ന ഒരുപാട് പേര് നമുക്കിടയിൽ തന്നെ ഉണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, അവർക്ക് അതിന്റെ ഒരു അവയർനെസ് ഇല്ലാത്തതുകൊണ്ടാണ്. സോ ഇതൊക്കെയാണ് മ്യൂച്വൽ ഫണ്ടിന്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇനി ഹിസ്റ്ററി മാറ്റി വെച്ചിട്ട് നമുക്ക് റിയാലിറ്റിയിലേക്ക് കടക്കാം. എന്താണ് മ്യൂച്വൽ ഫണ്ട്? ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. അതായത് അരുൺ എന്ന് പറയുന്ന ഒരാളുണ്ട്. ഈ അരുണ് ഇൻവെസ്റ്റ് ചെയ്യണം, പക്ഷെ അരുണ് അറിയില്ല എവിടെയാണ് റൈറ്റ് ആയിട്ടുള്ള രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ അരുൺ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം അറിയാവുന്ന ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫണ്ട് മാനേജർക്ക് അരുൺ പൈസ കൊടുക്കും. എന്നിട്ട് ഫണ്ട് മാനേജറോട് പറയും എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇത് വളരെ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത്. സോ ഈ ഫണ്ട് മാനേജർ പല പല അസറ്റ് ക്ലാസ്സിലായിട്ട് ഡൈവേഴ്സിഫൈ ചെയ്തുകൊണ്ട് അരുണിന്റെ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് കുറെ കാലം കഴിഞ്ഞ് അരുണിന് പൈസ തിരിച്ചെടുക്കണമെന്ന് തോന്നുമ്പോൾ ഫണ്ട് മാനേജർ അരുൺ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടും അതിന് ഒരു പ്രൊപ്പോർഷനായിട്ടുള്ള ഒരു പ്രോഫിറ്റും അരുണിന് തിരിച്ചു കൊടുക്കും. അതിൽ ഫണ്ട് മാനേജറിന്റെ ചെറിയൊരു കമ്മീഷനും കൂടി എടുത്തതിന് ശേഷമായിരിക്കും അരുണിന് ആ പൈസ തിരിച്ചു കൊടുക്കുക. ഇങ്ങനെയാണ് ഒരു മ്യൂച്വൽ ഫണ്ട് വർക്ക് ചെയ്യുന്നത്. ഇനി മ്യൂച്വൽ ഫണ്ട്സുകളെ എങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ വളരെ എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് എല്ലാവർക്കും പല ഗോൾസ് ഉണ്ടാവും, ഷോർട്ട് ടേം ആയിട്ടും ലോങ് ടേം ആയിട്ടും. അതായത് നമുക്കൊരു ഫോൺ വാങ്ങണം, ഒരു ബൈക്ക് വാങ്ങണം, ഒരു കാർ വാങ്ങണം എന്ന് തുടങ്ങി വീട് വെക്കുന്നതും നമ്മുടെ റിട്ടയർമെന്റ് സെറ്റ് ചെയ്യുന്നത് വരെ നമ്മുടെ ഗോൾസുകളാണ്. ഈ ഗോൾസുകളെല്ലാം തന്നെ ഓറിയന്റഡ് ആയിട്ട് പല സെപ്പറേറ്റ് ഫണ്ട്സ് ഉണ്ടെന്നുള്ളത് മ്യൂച്വൽ ഫണ്ടിന്റെ വലിയൊരു പ്രത്യേകതയാണ്. മറ്റ് ഇൻവെസ്റ്റ്മെന്റ്സുകളെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ റിസ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനും റിട്ടേൺസ് ഗെയിൻ ചെയ്യാനും സഹായിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡാണ് മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത്. ഈ ഒരു കാരണം കൊണ്ടാണ് ഈയിടെയായിട്ട് ഒരുപാട് പേര് മ്യൂച്വൽ ഫണ്ട്സിലേക്ക് എൻ്റർ ചെയ്യുന്നത് പോലും. അതുകൊണ്ടാണ് മ്യൂച്വൽ ഫണ്ട്സിന് ആളുകളുടെ ട്രസ്റ്റ് ഗെയിൻ ചെയ്യാനും സാധിക്കുന്നത്. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞിട്ടും മ്യൂച്വൽ
മ്യൂച്വൽ ഫണ്ട്സിനോട് നിങ്ങൾക്ക് ഒരു വിശ്വാസം വരുന്നില്ലെങ്കിൽ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെയൊക്കെ നാട്ടിൽ ചെറുതും വലുതുമായിട്ടുള്ള പല പല ബാങ്കുകളുണ്ട്. ഈ ബാങ്കുകളിലൊക്കെ നമുക്കൊക്കെ പല പല ഇൻവെസ്റ്റ്മെന്റ്സുകൾ ഉണ്ടാവും. ഇൻ കേസ് ഇതിൽ ഏതെങ്കിലും ഒരു ബാങ്ക് പൂട്ടിപ്പോകേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടിന്റെ വളരെ ചെറിയ പെർസെൻറ്റേജിന് മാത്രമേ ബാങ്കിന് സെക്യൂരിറ്റി തരാൻ സാധിക്കുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ 5 ലക്ഷം രൂപയ്ക്ക് മാത്രമേ നമുക്ക് ഇൻഷുറൻസ് എടുക്കാൻ സാധിക്കുള്ളൂ. ഈ സെയിം സെനാരിയോ മ്യൂച്വൽ ഫണ്ടിലാണ് സംഭവിക്കുന്നതെങ്കിൽ ഇതുവരെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. ഇനി അഥവാ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയാണോ അന്നത്തെ NAV, അതായത് നെറ്റ് അസറ്റ് വാല്യൂ, ആ ഒരു വാല്യൂ കണക്കാക്കിയിട്ടുള്ള എമൗണ്ട് തിരിച്ചു നൽകാൻ കമ്പനി ബാധ്യസ്ഥനാണ്. സോ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നാട്ടിലെ ബാങ്കുകളേക്കാൾ ബെറ്റർ ആണ് ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ട്സ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ റിട്ടേൺസിന്റെ കാര്യത്തിലാണെങ്കിലും സെക്യൂരിറ്റിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും. ഇനി നിങ്ങൾക്കൊരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് ഏതാണ്, എത്ര തരത്തിലുള്ള മ്യൂച്വൽ ഫണ്ട്സുകളുണ്ട്, ഒരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.